നമസ്കാരം. ലൈവ് ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തയിലേക്ക്. തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ നടന്ന KSU ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ 4 പേർക്ക് സസ്പെൻഷൻ. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ, എറണാകുളം ജില്ലാ സെക്രട്ടറി ഏഞ്ചലോ ജോർജ്, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജെറിൻ ആര്യനാട്, തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് അൽ അമീൻ അഷ്റഫ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലിം, ഏത് സാഹചര്യത്തിലാണ് ഇവർക്കെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്? അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ മുൻപ് തന്നെ KPCC ആവശ്യപ്പെട്ടിരുന്നു. ഏതൊക്കെ കാര്യങ്ങൾ കണ്ടെത്തിയതിനു ശേഷമാണ് ഈ സസ്പെൻഷൻ? പ്രവിത, KSUവിനുമൊപ്പം കോൺഗ്രസിനും തന്നെ വല്ലാത്ത നാണക്കേട് സൃഷ്ടിച്ച KSU ക്യാമ്പിലെ നെയ്യാർ ഡാം ക്യാമ്പിലെ സംഘർഷത്തിലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. KPCCയുടെ ഒരു അന്വേഷണ സമിതിയുടെ അന്വേഷണം സമാന്തരമായി പുരോഗമിക്കുന്നതിനിടെ NSU നേതൃത്വമാണ് ഇപ്പോൾ ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ 4 പേർക്ക്, ഈ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന 4 പേരിൽ 2 പേർക്ക് ഈ ക്യാമ്പ് അലങ്കോലപ്പെടുത്തി എന്നതിന്റെ പേരിലും 2 പേർക്ക് മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകിയതിന്റെ പേരിലുമാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അനന്തകൃഷ്ണൻ, എറണാകുളം ജില്ലാ സെക്രട്ടറിയായ ഏഞ്ചലോ ജോർജ് എന്നീ 2 പേർക്കെതിരെയാണ് ഈ വാർത്ത മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതിനും ഒപ്പം ക്യാമ്പിലെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതിനുമായി നടപടി നേരിട്ടിരിക്കുന്നത്. അവർക്ക് അയച്ചിരിക്കുന്ന ഈ പ്രസിഡന്റ് KSU പ്രസിഡന്റായ അലോഷ്യസ് സേവറിനെ ഉൾപ്പെടെ അയച്ചിരിക്കുന്ന ഈ കത്തിൽ, ഈ സസ്പെൻഷൻ കത്തിൽ വ്യക്തമായി പറയുന്നത് ഈ 2 പേരും പാർട്ടിയെ, സംഘടനയെ നാണം കെടുത്താനായി ഈ ദൃശ്യങ്ങൾ ചോർത്തി നൽകുകയും വാർത്ത മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവർക്കെതിരെയുള്ള അച്ചടക്ക നടപടി എന്ന നിലയിലാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി 2 പേർ, അത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ ജെറിൻ ആര്യനാടും ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റായ അൽ അമീൻ അഷ്റഫ് എന്നിവരാണ്. ഈ 2 പേരെ ക്യാമ്പിൽ നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ സസ്പെൻഷൻ നെടുമങ്ങാട് കോളേജിലെ, ഗവൺമെന്റ് കോളേജിലെ തർക്കവുമായി ബന്ധപ്പെട്ട്, സംഘടനയ്ക്കുള്ളിലെ തന്നെ തർക്കവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അത് ക്യാമ്പിലേക്ക് എത്തിച്ചു, ക്യാമ്പിനെ ആകെ നാണം കെടുത്തുന്ന രീതിയിൽ ക്യാമ്പിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു എന്നതിന്റെ പേരിലാണ് ഈ 2 പേർക്കെതിരെയുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ 4 പേരെ നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. NSU നേതൃത്വമാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതിനിടെ തന്നെ അതും 2 സസ്പെൻഷൻ ലെറ്ററുകളായാണ് ഈ 4 പേർക്കുള്ള സസ്പെൻഷൻ ഓർഡർ വന്നിരിക്കുന്നത്. അതിനിടെ KPCCയുടെ അന്വേഷണം, ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് KPCC സമർപ്പിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ പൂർണ്ണമായ ഒരു അന്വേഷണ റിപ്പോർട്ടിന് ശേഷം KPCCയുടെ നടപടിയും ഇത് സംബന്ധിച്ചുണ്ടാവും. മാത്രമല്ല KPCCക്ക് ഇതിൽ, ഈ സംസ്ഥാന നേതൃത്വത്തിന് ആകെ ഇതിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ KPCCക്കുണ്ട്. പ്രാഥമിക കണ്ടെത്തലിൽ തന്നെ ഈ സംഘർഷം നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന കമ്മിറ്റി പരാജയപ്പെട്ടു. സംസ്ഥാന നേതൃത്വം ആകെ പൊളിച്ചു പണിയേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ടുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വലിയ നിലയിലുള്ള ഒരു അഴിച്ചുപണി KSUവിലേക്ക് വരുമോ എന്നുള്ളത് കൂടി നോക്കിക്കാണേണ്ടതാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ NSU സ്വീകരിച്ചിരിക്കുന്ന നടപടി 4 പേർക്കെതിരെയാണ്. മാത്രമല്ല 4 പേരിൽ സംസ്ഥാന സെക്രട്ടറിയായ അനന്തകൃഷ്ണൻ, സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സംസ്ഥാന സെക്രട്ടറി അനന്തകൃഷ്ണൻ KPCC അധ്യക്ഷൻ K സുധാകരന്റെ കടുത്ത അനുഭാവിയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പിലേക്ക് K സുധാകരനെ ക്ഷണിച്ചില്ല എന്നതുൾപ്പെടെയുള്ള വിവാദങ്ങൾ ക്യാമ്പിൽ നിലനിന്നിരുന്നു. അന്നേ ദിവസം, ഈ ക്യാമ്പ് തുടങ്ങിയ ദിവസം തന്നെ മാധ്യമപ്രവർത്തകർക്ക് നൽകിയ വാർത്താക്കുറിപ്പിൽ രാവിലെ KPCC അധ്യക്ഷൻ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ആ ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടും KPCC അധ്യക്ഷൻ പങ്കെടുത്തിരുന്നതുമില്ല. അങ്ങനെ ഒരു വിഭാഗീയത ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു പ്രശ്നം നടന്നപ്പോൾ ഈ പുറത്തേക്ക് ഈ വാർത്ത ചോർത്തി നൽകിയത്. അത് കൃത്യമായ ഗ്രൂപ്പ് വഴക്കിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വാർത്ത പുറത്തുപോയത് എന്നൊരു വിലയിരുത്തൽ KSUവിനുള്ളിൽ തന്നെയുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഉള്ള നടപടി. പ്രവിത. സലിം, അതുപോലെ തന്നെ 2 പേർക്കെതിരെ നടപടി മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകി എന്നുള്ളതുകൂടി പരിഗണിച്ചുകൊണ്ടാണ്. എന്തായാലും ഇന്നലെ നടന്ന ഈ സംഭവം അത് കോൺഗ്രസിനെ സംബന്ധിച്ച്, KSUവിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം ഈ നാണക്കേട് ഒതുങ്ങുന്നതാണോ? പ്രവിത, ഒരു കാരണവശാലുമല്ല. കാരണം KSU വലിയ അഭിമാന പദ്ധതിയായി സംഘടിപ്പിച്ച ഒരു ക്യാമ്പാണ്. അത് 3 മേഖലകളായി തിരിച്ചൊരു ക്യാമ്പ് സംഘടിപ്പിക്കാം എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ ആദ്യഘട്ടം തെക്കൻ മേഖല ക്യാമ്പ് സംഘടിപ്പിക്കുകയുമാണ് ചെയ്തത്. ആ ക്യാമ്പ് തന്നെ, ആദ്യ ക്യാമ്പ് തന്നെ ഈ നിലയിൽ പ്രശ്നങ്ങളുണ്ടായി, കൂട്ടത്തല്ലായി, നാണക്കേടായത്. അതുകൊണ്ടൊന്നും, ഈ നടപടികൾ കൊണ്ടൊന്നും എന്തായാലും തൽക്കാലം അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും ഒരു മുഖം രക്ഷിക്കൽ നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ ഈ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ KPCC നേതൃത്വത്തിന്, ഇപ്പോൾ നിലവിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് NSU നേതൃത്വമാണ്. KPCCക്ക് വലിയ എതിർപ്പ് നിലവിലെ KSU സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് KPCCയുടെ നടപടിയും ഈ വിഷയത്തിൽ ഉറപ്പായും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ഈ അന്തിമ റിപ്പോർട്ട് കൂടി സമർപ്പിച്ചതിന് ശേഷമാകും ആ നടപടി ഉണ്ടാവുക. നിലവിൽ NSU നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ നിന്നാണ് ഇപ്പോഴുള്ള നടപടി. അതിനിടെ ഈ പ്രതിപക്ഷ നേതാവ് ഇന്നലത്തെ സംഘർഷത്തെ ലഘൂകരിച്ചുകൊണ്ട് ഇന്ന് രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടതാണ്. കുട്ടികൾ തമ്മിലുള്ള തർക്കമാണ്, അതൊരു ചെറിയ തർക്കമാണ്. അതൊക്കെ പരിഹരിക്കാൻ KSUവും NSUവും ഉണ്ട്. അവർ തന്നെ അതിൽ നടപടി എടുത്തുകൊള്ളും എന്ന് പറയുകയും KPCC അധ്യക്ഷനെ ക്ഷണിക്കാത്തതുമായി ബന്ധപ്പെട്ട ഒരു വിവാദവുമില്ല. KPCC അധ്യക്ഷനെ ക്ഷണിച്ചിരുന്നു, മാത്രമല്ല തന്നെയും ക്ഷണിച്ചിരുന്നു. KPCC അറിയാതെ നെയ്യാർ ഡാമിൽ വെച്ച് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ന്യായീകരണം. അതേസമയം ഇന്നലെ നൽകിയ റിപ്പോർട്ട്, ഈ
പ്രാഥമിക അന്വേഷണ സമിതി നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് KPCC അധ്യക്ഷനെയോ KPCCയോ ഈ ക്യാമ്പ് അറിയിച്ചിരുന്നില്ല, ക്യാമ്പ് ഡയറക്ടർമാരെ നിയമിച്ചില്ല എന്ന് ഉൾപ്പെടെയുള്ള വലിയ വീഴ്ചകൾ ഈ സംസ്ഥാന നേതൃത്വത്തിന് സംഭവിച്ചു എന്നാണ് പറയുന്നത്. ക്യാമ്പ് ഡയറക്ടർമാരുണ്ടായിരുന്നെങ്കിൽ അതിൽ അച്ചടക്കം നിയന്ത്രിക്കാനാവുമായിരുന്നു, അതിനുപോലുമുള്ള ഒരു ശ്രമം ഉണ്ടായില്ല എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രവിത, ഇനിയൊരു അന്വേഷണ റിപ്പോർട്ട് KPCCയുടെ കൂടി വരേണ്ടതുണ്ടല്ലോ, എപ്പോഴായിരിക്കും ആ റിപ്പോർട്ട് സമർപ്പിക്കുക? പ്രവിത, ഇന്നലെ ഈ വളരെ വേഗത്തിൽ തന്നെ ഇന്നലെ രാവിലെയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. അതിനുള്ളിൽ തന്നെ 3 അംഗ സമിതി MM നസീർ, AK ശശി, ഒപ്പം പഴകുളം മധു, ഈ 3 പേരെ KPCC ഈ അന്വേഷണ സമിതിക്കായി നിയോഗിക്കുകയും ആ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതാണ്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് ഇന്നലെ തന്നെ സമർപ്പിച്ചിരിക്കുന്നത്. ഇനി വിശദമായ അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സമർപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമാകും KPCCയുടെ നടപടി. പക്ഷേ അതിനു മുൻപ് തന്നെ ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ കൂടി പശ്ചാത്തലത്തിൽ നടപടികളിലേക്ക് കടന്നേക്കും. ഇന്നലത്തെ ആ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് നിലവിൽ ഈ സംഘർഷമുണ്ടായത് നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജിൽ ഉണ്ടായ ഒരു സംഘർഷം, അവിടെ ഉണ്ടായ ഒരു ഗ്രൂപ്പ് വഴക്ക്, ആ നിലയിൽ അത് ക്യാമ്പിലേക്ക് നീളുകയായിരുന്നു. ആ ക്യാമ്പിലേക്ക് നീണ്ട തർക്കം 2 ജില്ലാ ഭാരവാഹികൾ തമ്മിലുള്ള പ്രശ്നമായി വളർന്നു. അതിനെ നിയന്ത്രിക്കുന്നതിൽ, ആ സംഘർഷം നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന കമ്മിറ്റി പരാജയപ്പെട്ടു. അത് വഷളാക്കാനായിരുന്നു സംസ്ഥാന കമ്മിറ്റിക്ക് ഉത്സാഹം. അതിന് പിന്നാലെ വലിയ പ്രശ്നങ്ങൾ ക്യാമ്പിൽ ഉണ്ടാവുകയായിരുന്നു ചെയ്തിരുന്നത്. മാത്രമല്ല, ക്യാമ്പിൽ നടത്തിപ്പിൽ സംബന്ധിച്ചും സംസ്ഥാന കമ്മിറ്റിക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിശദമായ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാവും. അതിനുശേഷമാകും ആരെങ്കിലും സസ്പെൻഡ് ചെയ്യണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനിക്കുക. അതിനപ്പുറത്തേക്ക് KPCC സംസ്ഥാന കമ്മിറ്റിക്കെതിരെ തന്നെ നടപടിയെടുക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം നിലവിലെ KPCC നേതൃത്വത്തിൽ പലർക്കും ഇപ്പോഴുള്ള സംസ്ഥാന കമ്മിറ്റിയോട് വലിയ എതിർപ്പുണ്ട്. ആ റിപ്പോർട്ടിലും അത് പറയുകയും ചെയ്യുന്നുണ്ട്. വലിയ SFIക്കെതിരെ ക്യാമ്പസുകളിൽ ഒരു വിദ്യാർത്ഥി വികാരമുണ്ട്. പക്ഷേ ആ വിദ്യാർത്ഥി രോക്ഷത്തിനെ മുന്നിൽ നിന്ന് നയിക്കാൻ നിലവിലെ സംസ്ഥാന നേതൃത്വത്തിന് കഴിയുന്നില്ല. പല KSU ജില്ലാ കമ്മിറ്റികളും അത് ജംബോ കമ്മിറ്റികളാണ്. 100-ലധികം വരുന്ന ഈ ജംബോ കമ്മിറ്റികളിൽ പലർക്കും താഴെത്തട്ടിൽ പ്രവർത്തിച്ച് പരിചയമില്ല, വിദ്യാർത്ഥികളുമായി പോലും ബന്ധമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഈ വിദ്യാർത്ഥി രോക്ഷത്തെ, SFIക്കെതിരായ വിദ്യാർത്ഥി രോക്ഷത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ പാകത്തിന് KSU പാകപ്പെടണം. അതുകൊണ്ട് തന്നെ അടിമുടി ഒരു നവീകരണം, അടിമുടി ഒരു ഉടച്ചുവാർക്കൽ KSUവിൽ ആവശ്യമാണ് എന്നുള്ളത് കൂടി ഈ റിപ്പോർട്ടിൽ പ്രത്യേകം സൂചിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത് ഈ സംസ്ഥാന കമ്മിറ്റിക്ക് അപ്പാടെയായി ഏതെങ്കിലും തരത്തിലൊരു നടപടി KPCCയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളതാണ്. പ്രവിത, ശരി, എന്തായാലും കോൺഗ്രസിനെയും KSUവിനെയും നാണം കെടുത്തിയ ഒരു കൂട്ടത്തലാണ് ഇന്നലെ ഉണ്ടായത്. തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ നടന്ന KSU ക്യാമ്പിലെ കൂട്ടത്തലിൽ 4 പേർക്കെതിരെയാണ് നിലവിൽ സസ്പെൻഷൻ നടപടിയെടുത്തിരിക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി. KPCCയുടെ റിപ്പോർട്ട് കൂടി വന്നതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ എന്താകുമെന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്, ബാർ ഉടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പണപ്പിരിവിന് നിർദ്ദേശം നൽകിയ സംഘടനാ നേതാവ് അനിമോനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നു. കോട്ടയം കുറവിലങ്ങാടുള്ള ബാറിലെത്തിയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യുന്നത്. പണപ്പിരിവുമായി ബന്ധപ്പെട്ട ശബ്ദരേഖയിൽ അന്വേഷണം വേണമെന്ന എക്സൈസ് മന്ത്രിയുടെ പരാതിയിലാണ് നടപടി. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, എപ്പോഴാണ് ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്? പൂർത്തിയായിട്ടുണ്ടോ? രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യലാണ്. രാവിലെ ഏകദേശം 11 മണിയോടുകൂടി ക്രൈംബ്രാഞ്ച് സംഘം ഇവിടെ എത്തി കുറവിലങ്ങാടുള്ള ഈ ഒരു ഹോട്ടലിൽ എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ അതിനുശേഷം തൊട്ടു പിന്നാലെ ഈ അനിയും എത്തി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ മുതൽ ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു ഓഡിയോ സന്ദേശം വന്നതിന് പിന്നാലെ, അല്ലെങ്കിൽ അത് വിവാദമായതിനു ശേഷം ഒരു വിശദീകരണം അനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത് മറ്റൊരു കെട്ടിടത്തിന്റെ പിരിവുമായി ബന്ധപ്പെട്ടുള്ള നടത്തിയ ഒരു പിരിവാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ചെല്ലാം തന്നെ വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന മറ്റ് ബാറുടമകളുടെയൊക്കെ മൊഴികൾ രേഖപ്പെടുത്താനുള്ള നീക്കം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ്, അതിന്റെ ആദ്യഘട്ടമായിട്ടാണ് ഈ ഒരു മൊഴിയെടുക്കൽ നടക്കുന്നത്. ക്രിസ്റ്റിന. ശരി, ബാർ ഉടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പണപ്പിരിവിന് നിർദ്ദേശം നൽകിയ സംഘടനാ നേതാവ് അനിമോനെ ക്രൈംബ്രാഞ്ച് കോട്ടയത്ത് ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങളാണ് ടോബി ജോൺസൺ നൽകിയത്. ഗുണ്ടയുടെ വിരുന്നിൽ അതിഥിയായി ഡിവൈഎസ്പി, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MG സാബുവും സംഘവുമാണ് വിരുന്നിൽ പങ്കെടുത്തത്. തമ്മനം ഫൈസൽ എന്ന ഗുണ്ടാ നേതാവാണ് അങ്കമാലിയിലെ വീട്ടിൽ പോലീസുകാരെ സൽക്കരിച്ചത്. അങ്കമാലി SI റെയ്ഡിനെത്തിയപ്പോൾ ഡിവൈഎസ്പി ശുചിമുറിയിൽ ഒളിച്ചു. സംഭവത്തിൽ 2 പോലീസുകാർക്കെതിരെ നടപടിയെടുത്തു. ഡിവൈഎസ്പി സാബു നേരത്തെ വകുപ്പുതല നടപടി നേരിട്ട ആളാണ്. വിരമിക്കാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ഡിവൈഎസ്പി ഗുണ്ടാ സൽക്കാരത്തിന് പോയത്. വിവരങ്ങളുമായി വിനീത ബീജ് ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് മനീഷ് മഹിബാലും ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ആദ്യം വിനീത ബീജിലേക്ക്. വിനീത, കേൾക്കുമ്പോൾ അതിശയം തോന്നിപ്പിക്കുന്ന, അതേസമയം തന്നെ
വളരെ ഗൗരവമായ ഒരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഡിവൈഎസ്പി ഗുണ്ട നേതാക്കളുടെ സൽക്കാരം സ്വീകരിക്കുന്നു എന്നുള്ളത്. ഇതിൽ എന്താണ് സംഭവിച്ചത്? SI ഉൾപ്പെടെ പരിശോധന നടത്തി ഡിവൈഎസ്പിയെയും മറ്റു 2 പോലീസുകാരെയും കണ്ടെത്തുകയായിരുന്നല്ലോ. സംഭവിച്ചത് മൊത്തം എന്താണ്? പ്രവിത, ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ തമ്മനം ഫൈസലിന്റെ വീട്ടിൽ, അത് അങ്കമാലി പുളിയനത്തുള്ള വീട്ടിൽ വെച്ചാണ് ഈ വിരുന്ന് നടക്കുന്നത്. ഈ ഡിവൈഎസ്പി സാബു, MG സാബുവും ഒപ്പം മറ്റു 2 പോലീസ് ഉദ്യോഗസ്ഥരും, അവർ 3 പേരും ഒരു ടൂറിന് പോയിരുന്നു. ടൂർ കഴിഞ്ഞ് ഗുണ്ടൂരിൽ നിന്ന് മടങ്ങി വരുന്നതിനിടെ തന്റെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ടെന്നും അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നും ഈ ഡിവൈഎസ്പി ആവശ്യപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് ഈ 2 പോലീസുകാരെയും കൂട്ടി ഡിവൈഎസ്പി ഈ ഗുണ്ടയുടെ വീട്ടിലേക്ക് എത്തുകയും അവിടുത്തെ വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഗുണ്ട ആക്രമണങ്ങളും മറ്റും തടയുന്നതിന് വേണ്ടിയുള്ള ഓപ്പറേഷൻ ആഘ എന്ന പദ്ധതി. ഈ പദ്ധതിയുടെ ഭാഗമായി, ഈ ഓപ്പറേഷൻ ആഘയുടെ ഭാഗമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം ഈ അങ്കമാലി ഉൾപ്പെടെയുള്ള മേഖലകളിൽ പോലീസിന്റെ പരിശോധനകൾ ശക്തമാക്കിയിരുന്നു. ഈ ഗുണ്ടയുടെ വീട്ടിൽ ചിലർ എത്തിയിട്ടുണ്ടെന്ന വിവരം ലഭ്യമായതിനെ തുടർന്ന് അങ്കമാലി SIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഈ വീട്ടിലേക്ക് എത്തി. ഈ SI വീട്ടിലേക്ക് എത്തിയപ്പോൾ ഡിവൈഎസ്പി ശുചിമുറിയിലേക്ക് ഒളിച്ചു. ഒപ്പം തന്നെ ഈ SIയോട് ചെറിയൊരു വാക്കുതർക്കത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ തന്റെ ഒപ്പമുള്ളത് മറ്റു പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്ന് ഡിവൈഎസ്പി വെളിപ്പെടുത്തിയില്ല. ഒപ്പം തന്നെ താൻ എന്നെക്കാളും താഴ്ന്ന ഉദ്യോഗസ്ഥരാണ്, തനിക്കിതിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന തരത്തിൽ ചില വാഗ്വാദങ്ങളിലേക്കടക്കം കാര്യങ്ങൾ എത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഈ ഡിവൈഎസ്പി ആ ഗുണ്ടയുടെ വീട്ടിൽ നിന്ന് മടങ്ങുന്നത്. ഈ MG സാബുവിനെതിരെ ഇതിനു മുൻപും സമാനമായിട്ടുള്ള ചില ആരോപണങ്ങളും മറ്റും ഉയർന്നിട്ടുണ്ടായിരുന്നു. 3 ദിവസമേ ഉള്ളൂ അദ്ദേഹം റിട്ടയർഡ് ആവുന്നതിന് വേണ്ടിയിട്ട്. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു നാണക്കേടിലേക്കടക്കം കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ ക്രമസമാധാനം പുലർത്തേണ്ട, അത് നിലനിർത്തേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതും ഡിവൈഎസ്പി തലത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നിരവധി കേസുകളിലേക്കടക്കം പ്രതിയായ ഒരു ഗുണ്ടാ നേതാവിന്റെ വീട്ടിലൊപ്പം മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥരെയും കൂട്ടിക്കൊണ്ട് ഇന്നലെ വൈകിട്ട് 6 മണിക്ക് വിരുന്നിന് പോയത്. ശരി വിനീത, മനീഷ് മഹിബാൽ കൂടി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, കൂടെ പോയ 2 പോലീസുകാർക്ക് സസ്പെൻഷൻ കിട്ടി, പക്ഷേ ഡിവൈഎസ്പിക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണിത്? പ്രവിത, നിലവിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നത് ഒരു CPO, ആലപ്പുഴ ജില്ലയിലെ ഒരു CPO, ഒപ്പം തന്നെ ഡ്രൈവർക്ക് നടപടിയുണ്ട്, സസ്പെൻഷനിലാണെന്ന്. അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഡിവൈഎസ്പിക്ക് നടപടി ഉണ്ടാകും എന്നുള്ള സൂചന കൂടി ലഭിക്കുന്നുണ്ട്. എറണാകുളം റൂറൽ തലത്തിലായിരിക്കും, റൂറൽ പോലീസ് മേധാവിയായിരിക്കും റിപ്പോർട്ട് DGPക്ക് കൊടുക്കുക. ഉടൻ തന്നെ നടപടിയുടെ വിവരങ്ങൾ പുറത്തു വരും, നടപടി ഉണ്ടാകും എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയും പറയുന്നത് ഇത് തന്നെയാണ്. അതായത് കൂടെ ഉണ്ടായിരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥർ, ഇവർ മസനഗുഡിയിൽ പോയിട്ട് തിരികെ ഡിവൈഎസ്പിക്കൊപ്പം വരുന്ന സമയത്താണ് അങ്കമാലിയിൽ തമ്മനം ഫൈസൽ ഒരുക്കിയ ഈ റിട്ടയർമെന്റ് പാർട്ടിയായിരുന്നു. റിട്ടയർമെന്റിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇവർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഡിവൈഎസ്പി. ഇവർ ഇതിൽ പങ്കെടുത്തു, ലീവിലാണെങ്കിലും ഇവർ ഇതിൽ പങ്കെടുത്തു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് നിലവിൽ സസ്പെൻഷൻ നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തട്ടേക്കാട് CA ആയിരിക്കുന്ന സമയത്തടക്കം നിരവധി പരാതികൾ MG സാബുവിന് നേർക്ക് ഉയർന്നിരുന്നു. ആ സമയത്ത് വിദേശികളുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായി എന്ന കണ്ടെത്തലിൽ അന്ന് നടപടി നേരിട്ടിരുന്നു. ആലപ്പുഴയിൽ CPIM നേതാവിൻ ഉൾപ്പെട്ട പ്രതിയായ ഒരു ലഹരിക്കടത്ത് കേസിൽ അന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഡിവൈഎസ്പി ആയിരുന്ന MG സാബു ആ റിപ്പോർട്ടിൽ വെള്ളം ചേർത്തു. അതിൽ CPM നേതാവിന് അനുകൂലമായി റിപ്പോർട്ട് എഴുതി. ഒപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ചോർന്നു. അങ്ങനത്തെ വലിയ ആക്ഷേപങ്ങളും പരാതികളും ഇതിനു മുൻപും MG സാബുവിന്റെ നേർക്ക് വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഈ സംസ്ഥാന സർക്കാർ അടക്കം ഗുണ്ടകൾക്കെതിരെ വലിയ നടപടികൾ നേരിട്ട് അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സംസ്ഥാനത്ത് തന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കൊടും ക്രിമിനലിന്റെ 20ലധികം കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു കൊടും ക്രിമിനലിന്റെ ഗുണ്ട പാർട്ടിയിൽ പങ്കെടുത്തത്. ശരി, മനീഷ് മഹിബാലാണ് സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ ജൂൺ 7 വരെ റിമാൻഡ് ചെയ്തു. ജാമ്യാപേക്ഷ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ പരിഗണിക്കും. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ പരാതിയിലാണ് നടപടി. ദൃശ്യങ്ങൾ പകർത്തിയതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത റൂബിൻ ലാലിനെ പോലീസ് ലോകപ്പിൽ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. എന്നെ കഴുത്തി പിടിച്ച് ഞെക്കിയിരുന്നു. കുറെ നേരം കഴുത്തി പിടിച്ചു. ഇങ്ങനെ CA ആണ് ഉന്തിയത്. അതെ, അടിവസ്ത്രത്തിലാണ്. ഇത്രയും നേരം അടിവസ്ത്രത്തിലാണ്. ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നെ വീട്ടിൽ നിന്ന് കയറ്റി കൊണ്ടുവന്നത്. എന്നെ മർദ്ദിച്ചിരുന്നു. വീട്ടിൽ നിന്ന് അസഭ്യം പറഞ്ഞിരുന്നു. തന്നെ ഒരുപാട് അസഭ്യം പറഞ്ഞു. എന്നെ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊല്ലും എന്ന് പറഞ്ഞു. CA ആണ് കൊല്ലുന്ന് പറഞ്ഞേ. CA എന്നെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞേ. CAയുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിക്കും DGPക്കും 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ പരാതി നൽകി. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, റൂബിൻ ലാലിനെ ജൂൺ 7 വരെ റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണിത്? സാഹചര്യം എന്താണ്?
പ്രവിത, നാളെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചാലക്കുടി കോടതിയിൽ റൂബിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ റൂബിൻ കോടതിയിൽ വ്യക്തമാക്കും. ഒപ്പം ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ മൊഴി നൽകാനുള്ള അവസരം കൂടി റൂബിന് മജിസ്ട്രേറ്റ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ കാര്യങ്ങൾ എന്താണ് ഇന്നലെ സംഭവിച്ചത് എന്നുള്ളത് കോടതിക്ക് മുന്നിൽ റൂബിൻ പറഞ്ഞിട്ടുണ്ട്. അത് കോടതി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇന്നലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് മുതൽ സ്റ്റേഷൻ എത്തുന്നതുവരെയും സ്റ്റേഷനുള്ളിലുമൊക്കെ റൂബിന് നേരിടേണ്ടി വന്നത് ക്രൂരമർദ്ദനമാണ്. അടിവസ്ത്രത്തിൽ മാത്രം മണിക്കൂറുകൾ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള സ്റ്റേഷനുള്ളിൽ അടിവസ്ത്രത്തിൽ മണിക്കൂറുകൾ നിൽക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് പോലും ഈ പോലീസ് സ്റ്റേഷനുള്ളിൽ റൂബിനുണ്ടായി. ഒപ്പം ഈ പോലീസ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വഴി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായ നിർണായക തെളിവുകളും അതിരപ്പള്ളി വനത്തിലുണ്ടായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളും അടങ്ങുന്ന മൊബൈൽ ഫോൺ അതിരപ്പള്ളി CI കയ്യിൽ വാങ്ങി റോഡിൽ എറിഞ്ഞ് പൊട്ടിച്ച ശേഷം തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതും കോടതിയിൽ റൂബിൻ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായുള്ള നിർണായക തെളിവുകൾ തന്നെയാണ് ആ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്നത്. അത് ഇനി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൂടി പോലീസ് നശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുമുണ്ട്. നമ്മൾ 24 തന്നെ പരാതിയും നൽകിയിട്ടുണ്ട്. ഒപ്പം പ്രാദേശിക മാധ്യമപ്രവർത്തകരടക്കം QWG അടക്കം ഇതിൽ കൃത്യമായ പ്രതിഷേധക്കുറിപ്പ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻകാലങ്ങളിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മലക്കപ്പാറടക്കമുള്ള ഉൾവനത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഏറെ നാൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ റൂബിനെ വേട്ടയാടിയെന്നടക്കമുള്ള പ്രതികരണങ്ങൾ റൂബിന്റെ മാതാവിന്റെ ഭാഗത്തു നിന്നടക്കം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ ആക്രമണമാണ് നേരിടേണ്ടി വന്നത് പോലീസിന്റെ ഭാഗത്തു നിന്ന്. ഇതിൽ കൃത്യമായ നടപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവിധ, റൂബിനെ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ചെയ്തത്. ജാമ്യാപേക്ഷ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ പരിഗണിക്കുന്നുണ്ട്. എന്നിരുന്നാലും റൂബിൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കോടതിക്ക് മുൻപാകെ ബോധ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ പരാതിയിലാണ് ഇപ്പോൾ ഈ നടപടികളെല്ലാം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഒരു പരാതി വനം വകുപ്പ് മന്ത്രിക്ക് നമ്മൾ നൽകിയിരുന്നു. അതിന്റെ സാഹചര്യം എന്താണ് നിലവിൽ? നിലവിൽ വനം മന്ത്രിക്ക് നമ്മൾ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിയെ ബന്ധപ്പെട്ടതുമാണ്. ഇതിൽ കൃത്യമായ കാര്യം അന്വേഷിക്കണമെന്ന് നിർദ്ദേശവും നൽകി. പക്ഷേ അത് ആ മന്ത്രിയുടെ ഉത്തരവിന് പുല്ലുവില നൽകിക്കൊണ്ടാണ് ഇന്നലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായത്, മറ്റു നടപടികളിലേക്ക് കടന്നത്. എന്തായാലും മന്ത്രിയുടെ വാക്കിന് പോലും ഒരു വിലയും കൽപ്പിക്കാതെയാണ് അതിരപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും കാര്യങ്ങൾ നീങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. അതിന് പിന്നാലെയാണ് പരാതി നൽകിയത്. അത് വ്യാജ പരാതിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒടുവിൽ നിക്കക്കള്ളിയില്ലാതെ കള്ളങ്ങൾക്ക് പുറമെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വനം വകുപ്പും ഒപ്പം പോലീസും ഈ സംഭവവുമായി മുന്നോട്ട് പോയത്. ഒടുവിൽ റൂബിൻലാൽ മദ്യപിച്ചിരുന്നു എന്ന് പോലും പറയേണ്ട അവസ്ഥയിലേക്ക് പോലീസ് എത്തി. ഇന്നേ വരെ മദ്യം കൈകൊണ്ട് തൊടാത്ത ആളാണ് റൂബിൻ എന്നുള്ളത് നാട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാം അറിയാവുന്ന കാര്യം കൂടിയാണ്. അങ്ങനെ പൊതുമദ്യത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഈ കള്ളക്കേസിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകളാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഒപ്പം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും വനം മന്ത്രി ഇടപെട്ടിട്ട് പോലും ഈ കാര്യങ്ങളിൽ കള്ളവുമായി മുന്നോട്ട് പോകാനാണ് ഇരു വകുപ്പുകളും ശ്രമിച്ചത്. അത് എത്രത്തോളം കോടതിക്ക് മുന്നിൽ നിലനിൽക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നാളെ ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അതിരപ്പള്ളി CIക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിശദീകരണം നൽകേണ്ടി വരും. അറസ്റ്റ് വാറണ്ട് പോലും ഇല്ലാതെ വീട്ടിൽ കയറി ഒരു കൊടും കുറ്റവാളിയെ പിടിച്ചുകൊണ്ടുപോകുന്ന പോലെ റൂബിനെ എന്തിനു കൊണ്ടുപോയി എന്നടക്കമുള്ള നിർണായക ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിൽ എന്തു മറുപടിയാണ് അതിരപ്പള്ളി CIക്ക് നൽകാനുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതിൽ ഉത്തരം മുട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്ത് തെറ്റാണ് ഇത്രത്തോളം ഒരു കൊടും കുറ്റവാളിയെ പോലെ റൂബിനെ ചിത്രീകരിക്കാനുണ്ടായത്? പോലീസ് സ്റ്റേഷനുള്ളിൽ അടിവസ്ത്രത്തിൽ നിർത്തേണ്ട സാഹചര്യം എന്തായിരുന്നു അടക്കമുള്ള കാര്യങ്ങളിൽ എന്തു മറുപടി ഉണ്ട് അതിരപ്പള്ളി പോലീസിന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും അതെല്ലാം നാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ പോലീസ് വ്യക്തമാക്കേണ്ടി വരും. നാളെയാണ് ആ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതും മറ്റ് നടപടികളിലേക്ക് കോടതി കടക്കുന്നതും. അശ്വിൻ, ഇതിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ളതാണ്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനാണോ ഇത്തരത്തിൽ വലിയ കൊടും കുറ്റവാളിയെ പിടികൂടുന്നത് പോലെ റൂബിന്റെ വീട് വളഞ്ഞ് റൂബിനെ അറസ്റ്റ് ചെയ്തതും ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തത്? മാത്രമല്ല റൂബിന്റെ മദ്യപിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ആക്ഷേപം. ഇതിനുള്ള എന്ത് തെളിവാണ് പോലീസിന്റെ പക്കലുള്ളത്? നിലവിൽ ഈ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ളതായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരാതി. പക്ഷേ ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു പരാതി അവർക്കുണ്ടായിരുന്നില്ല. അവർക്ക് ആ ദൃശ്യങ്ങൾ എടുക്കുന്നതിനെ തടയുകയും അതിനെ ഒപ്പം ഈ അതിരപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ റൂബിനെ അവിടെ വെച്ച് തന്നെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഈ വാഹനമിടിച്ച് ചത്ത പന്നിയുടെ ദൃശ്യങ്ങൾ പകർത്താനാവില്ല എന്നുള്ളതായിരുന്നു വനം വകുപ്പിന്റെ നിലപാട്. പക്ഷേ അത് സാധിക്കില്ല. അത് ജനങ്ങളിലേക്ക് എത്തേണ്ട വാർത്തയാണ്. ഇങ്ങനെ നിരന്തരമായി പല പ്രശ്നങ്ങളും ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ അടക്കം പലകുറി വാർത്ത ചെയ്തിട്ടുണ്ട്.
താമസിച്ചിട്ടുള്ളതാണ് റൂബിൻ. അങ്ങനെ നാളുകളായി ഈ റൂബിനോട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വൈരാഗ്യമുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ബാക്കി പത്രമാണ് ഇന്നലെ ഈ പരാതിയായി എത്തിയത്. അത് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് റൂബിൻ തന്നെ ഇന്ന് വ്യക്തമാക്കിയതുമാണ്. ഒപ്പം റൂബിൻ്റെ മാതാപിതാക്കളും നാട്ടുകാരുമടക്കം ഈ കാര്യങ്ങളിൽ വ്യക്തമായ മറുപടി തന്നു. ഇക്കാര്യം ഏറെക്കാലങ്ങളായി റൂബിനെ ഇങ്ങനെ ഈ വനം വകുപ്പ് ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ള പ്രതികരണങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. എന്തായാലും അത് എത്രത്തോളം നിലനിൽക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ പരാതിയിന്മേൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നടക്കമുള്ള സംശയങ്ങളുണ്ട്. എന്തിനാണ് പരാതി നൽകിയതെന്ന് മന്ത്രിക്ക് പോലും ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ഈ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് വനംവകുപ്പ് മന്ത്രിയെ പോലും വലിയ ഒരു വിലയില്ല എന്നുള്ളതാണ്. വനംവകുപ്പ് മന്ത്രിയുടെ ഉത്തരവെല്ലാം ലംഘിച്ചുകൊണ്ട് ഇത്രത്തോളം നടപടികളിലേക്ക് അല്ലെങ്കിൽ ഇത്ര ഒരു വൈരാഗ്യം മുൻവെച്ചുകൊണ്ട് ഒരു നടപടികളിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പോകേണ്ടി വന്നത് എന്നുള്ളതാണ് തെളിയിക്കുന്നത്. എന്തായാലും നിലവിൽ കൃത്യമായ മറുപടി നൽകാനില്ല എന്നുള്ളതാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ പോലും പിന്നീട് ഇതിലൊരു പ്രതികരണത്തിന് അവർ തയ്യാറല്ല. ഒപ്പം പോലീസ് ഈ വനം വകുപ്പിൻ്റെ അനാസ്ഥകൾ പുറത്തു കൊണ്ടുവരുന്ന റൂബിനെ പൂട്ടാനായി പോലീസ് കൂടി വനം വകുപ്പിനൊപ്പം ചേരുന്നു. അങ്ങനെയാണ് മദ്യപിക്കാത്ത റൂബിൻ മദ്യപിച്ചു എന്നുള്ള ഒരു വ്യാജ കണ്ടെത്തൽ കൂടി പോലീസ് നടത്തുന്നു. എന്തായാലും വൈദ്യപരിശോധനയെല്ലാം തെളിയിക്കാൻ പോലീസിനായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒപ്പം അതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് മൊത്തത്തിൽ കൃത്യമായ മറുപടി നൽകേണ്ടി വരും. അത് പക്ഷേ എങ്ങനെ മറുപടി നൽകുമെന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. എന്തായാലും ഞാൻ ഇതിൽ ഭാഗമല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാനാണ് അതിരപ്പള്ളി CA അടക്കം ശ്രമിക്കുന്നത്. പക്ഷേ അത് കോടതിക്ക് മുന്നിൽ അങ്ങനെ കൈയൊഴിയാനാവില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പ്രവിധ, ചെറിയൊരിടത്ത് ഡിവൈഎസ്പി സംഘം ഗുണ്ടകളുടെ സൽക്കാരം സ്വീകരിക്കുന്നു, മറ്റൊരിടത്ത് നിരപരാധിയെ പോലീസ് മർദ്ദിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും റൂബിൻ ലാൽ അയാളുടെ ജോലി മാത്രമാണ് ചെയ്തത്. ഈ വണ്ടി ഇടിച്ച പന്നിയുടെ ദൃശ്യങ്ങൾ പകർത്തി എന്ന് ആരോപിച്ചുകൊണ്ടാണ് റൂബിനെ മർദ്ദിച്ചത്. അതിനെതിരെ വനമന്ത്രിക്ക് പരാതി നൽകുന്നു. അതിന് പിന്നാലെയാണ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ റൂബിനെതിരെ പരാതി പോലീസിൽ നൽകുന്നത്. അതിനുശേഷം റൂബിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ക്രൂരമായി മർദ്ദിക്കുകയുമാണ് ഉണ്ടായത്. നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് റൂബിൻ. എല്ലാ കാര്യങ്ങളും കോടതിയിൽ റൂബിന് ബോധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നാളെ റൂബിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്യും. വിശദമായ വിവരങ്ങളാണ് അശ്വിൻ പാലാഴി നൽകിയത്. KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിൽ MLA സച്ചിൻ ദേവിനെതിരെ സാക്ഷിമൊഴി. MLA ബസ്സിനകത്ത് കയറുകയും തമ്പാനൂർ ഡിപ്പോയിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് കണ്ടക്ടറും യാത്രക്കാരും പോലീസിന് മൊഴി നൽകി. ബസ്സിലിരുന്ന് ഡ്രൈവർ ആംഗ്യം കാണിച്ചാൽ പിന്നിലെ കാറിലുള്ളവർക്ക് കാണാനാകുമോ എന്നറിയാൻ പോലീസ് സംഭവങ്ങൾ പുനരാവിഷ്കരിച്ചു. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, എന്തൊക്കെയാണ് പോലീസിന്റെ കണ്ടെത്തൽ? നിലവിൽ MLAക്കെതിരെ പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. MLA വാഹനത്തിൽ കയറി വണ്ടി KSRTC ഡിപ്പോയിലേക്ക് പോകാൻ നിർദ്ദേശം നൽകി. ഈ വണ്ടിയുടെ ലോഗ് ബുക്കിൽ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴി കണ്ടക്ടറും ഒപ്പം വണ്ടിയിൽ യാത്ര ചെയ്ത ആളുകളും മൊഴി നൽകിയിട്ടുണ്ട്. മറ്റൊരു വിഷയം, അന്നേ ദിവസം സംഭവം ഉണ്ടായ കാര്യങ്ങൾ, സംഭവ ദിവസത്തെ യാത്ര പോലീസ് പുനരാവിഷ്കരിച്ചു. ഈ യാത്രയിലൂടെ കൃത്യമായി വണ്ടിയിൽ ഇരുന്നു കൊണ്ട് ഈ ലൈംഗിക ആംഗ്യം കാണിച്ചാൽ അത് കാറിലിരിക്കുന്ന ആൾക്ക് കാണാൻ പറ്റുമോ എന്നാണ് പോലീസ് പരിശോധിച്ചത്. പോലീസിന്റെ ഒരു പരിശോധനയിൽ ഇത്തരത്തിൽ ആംഗ്യം കാണിച്ചാൽ അത് വ്യക്തമായി കാറിൽ ഇരിക്കുന്നവർക്ക് കാണാമെന്ന് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി ഉടൻ കോടതിയിൽ സമർപ്പിക്കും. ഇതിന് ശേഷമായിരിക്കും യദുവിനെ കേസിൽ പ്രതി ചേർക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. പോലീസ് കഴിഞ്ഞ ദിവസം ദൃശ്യങ്ങൾ പുനരാവിഷ്കരിച്ചെങ്കിലും ഈ യദുവിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഇത്തരം ആംഗ്യം കാണിക്കുന്ന വീഡിയോയോ ഒപ്പം ഏതെങ്കിലും ആളുകളുടെ മൊഴിയോ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. എന്തായാലും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന ആരോപണങ്ങൾക്കിടെയാണ് കന്റോൺമെന്റ് പോലീസ് ഇത്തരത്തിൽ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. ഒപ്പം തന്നെ ഈ മെമ്മറി കാർഡ് കാണാതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും നിശ്ചലമായി നിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു എന്നാണ് തമ്പാനൂർ പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട KSRTC പ്രഖ്യാപിച്ച അന്വേഷണവും എവിടെയും എത്തിയിട്ടില്ല. അന്വേഷണം പൂർത്തിയായെന്ന് KSRTC പറയുമ്പോഴും മന്ത്രിക്ക് ഇതുവരെയും KSRTC ഇത് ബന്ധപ്പെട്ട അധികൃതർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ശരി, ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പെരിയാറിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന് വീഴ്ച സംഭവിച്ചുവെന്ന് ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്. വ്യവസായ സ്ഥാപനങ്ങളെ നിരീക്ഷിക്കാൻ സംവിധാനം അപര്യാപ്തമെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. പെരിയാറിനുണ്ടായ പാരിസ്ഥിതിക തിരിച്ചടി വിശദമായി പരിശോധിക്കണമെന്നും മത്സ്യകർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. അതേസമയം പുഴയിൽ രാസമാലിന്യം കലർന്നിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. അതെന്ന് വെച്ചാൽ അവർ പറഞ്ഞ് കുറെ കേബിൾ ബ്രേക്കേജ് ഉണ്ട്, അതെല്ലാം നോക്കാനായിട്ടുള്ള സമയം എടുക്കും എന്നുള്ള രീതിയിലാണ് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ അനാലിസിസ് റിപ്പോർട്ട് പ്രകാരം ഒന്നും കാണുന്നില്ല.
രാസമാലിന്യങ്ങളുടെ പ്രസൻസ് ഉള്ളതായിട്ടൊന്നും കാണുന്നില്ല ഇതുവരെ. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ എഫ്ലുവന്റിന്റെ പ്രസൻസ് ഉള്ളതായിട്ട് കാണുന്നില്ല. റീസൺ നമുക്ക് അറിയില്ല. ഇപ്പോൾ കുഫോസിന്റെ കൂടെ റിപ്പോർട്ട് നമ്മൾ കുഫോസിനും ഫിഷ് സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുഫോസിന്റെ റിപ്പോർട്ട് കൂടെ വന്നതിന് ശേഷം നമുക്കൊരു കൺക്ലൂഷൻ പറയാൻ പറ്റുള്ളൂ. എബിൻ ജോസ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. എബിൻ, ഈ ജലാശയത്തിൽ യാതൊരു തരത്തിലുള്ള കെമിക്കൽസും കലർന്നിട്ടില്ല എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതുവരെ കുഴപ്പമില്ലാതിരുന്ന ജലാശയത്തിൽ പിന്നീട് എന്താണ് സംഭവിച്ചത്? കളക്ടറുടെ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? പ്രവിധ സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ കൃത്യമായി ഉദ്യോഗസ്ഥ വീഴ്ച തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ വീഴ്ചയുണ്ടായിട്ടുണ്ട്. നേരത്തെ മത്സ്യകർഷകരടക്കം ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കുഫോസിന്റെ വിദഗ്ധ സംഘം പരിശോധിച്ചപ്പോൾ പെരിയാറിൽ രാസമാലിന്യങ്ങൾ കലർന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇതിന് വിപരീതമായിട്ടായിരുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണ്ടെത്തലുകൾ. ഇതിൽ രാസമാലിന്യങ്ങൾ കലർന്നിട്ടില്ല എന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് പറയുന്നു. അതിന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ സബ് കളക്ടർ പറയുന്നത് ഇതിൽ കൃത്യമായ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പെരിയാറിന്റെ കരകളിൽ ഇരിക്കുന്ന വ്യവസായശാലകൾ ഇതിനെ നിരീക്ഷിക്കാൻ കൃത്യമായ സംവിധാനങ്ങൾ ഇല്ല എന്നും പറയുന്നു. ഇനി മുതൽ മത്സ്യകർഷകരെയും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളെയെല്ലാം ഉൾപ്പെടുത്തി നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തണം. അതോടൊപ്പം തന്നെ പെരിയാറിന്റെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാകണമെന്നും ഈ ഇതിൽ പറയുന്നു. അതോടൊപ്പം തന്നെ കർഷകർക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും കളക്ടർ നൽകിയ റിപ്പോർട്ടിലുണ്ട്. ഇനി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് കർഷകർ കാത്തിരിക്കുന്നത്. ശരി, എബിൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും. എക്സാലോജിക് കമ്പനിക്ക് മാസപ്പടി നൽകിയെന്ന ആരോപണം CMRL സ്ഥിരീകരിച്ചെന്ന് ED ഹൈക്കോടതിയിൽ. സമൻസിനെതിരെ CMRL ഉദ്യോഗസ്ഥർ നൽകിയ ഹർജി തള്ളണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയാണ് EDയുടെ വിശദീകരണം. ECIR റദ്ദാക്കാനാവില്ലെന്നും 2019 റെയ്ഡിൽ 133 കോടി രൂപയുടെ അനധികൃത ഉപയോഗം കണ്ടെത്തിയിരുന്നുവെന്നും ED ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, മാസപ്പടി നൽകിയെന്ന ആരോപണം CMRL സ്ഥിരീകരിച്ചത് എങ്ങനെയെന്നാണ് ED ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്? ഈ ECIR രജിസ്റ്റർ ചെയ്യുന്നത് മൂലം ആരും കുറ്റക്കാരാകില്ലെന്ന് ഈ CMRLന്റെ ഹർജി തള്ളണമെന്ന കേസിൽ ED ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാവിയിൽ വിചാരണ സാധ്യത ഉണ്ടാകാം എന്ന് മാത്രമാണെന്നും പറയുന്നു. രാഷ്ട്രീയക്കാർക്കടക്കം പണം നൽകിയത് CMRL വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് ED പറയുന്നു. വീണ വിജയന്റെ എക്സാലോജിക്കിന് 1.72 കോടി രൂപ നൽകിയതും വിവിധ അന്വേഷണങ്ങളിൽ വെളിപ്പെട്ടതായി പറയുന്നു. ചട്ടങ്ങൾ പാലിച്ചാണ് പ്രവർത്തിച്ചതെന്ന കമ്പനിയുടെ വാദം തെറ്റാണെന്ന് ED പറയുന്നു. 2019 റെയ്ഡിൽ 133 കോടി രൂപയുടെ അനധികൃത ഉപയോഗം കണ്ടെത്തിയിരുന്നുവെന്നും ED ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിനായി മാസപ്പടി നൽകിയെന്ന് ആദായ നികുതി വകുപ്പിന് മുന്നിൽ CMRL MD അടക്കം സമ്മതിച്ചതായും ED വ്യക്തമാക്കുന്നുണ്ട്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിൽ പ്രതിഷേധിച്ച് BJP കൌൺസിലേഴ്സ് സ്മാർട്ട് സിറ്റി റോഡിനായി എടുത്ത റോഡിലെ കുഴികൾ മൂടി പ്രതിഷേധിച്ചു. സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിലാണ് പ്രതിഷേധം. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഖിൽ ഷാ, എന്താണ് ഇന്ന് അവിടെ സംഭവിച്ചത്? പ്രവിധ, നമുക്കറിയുന്നത് പോലെ തന്നെ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തിരുവനന്തപുരം നഗരമാകെ റോഡ് നിർമ്മാണം നടക്കുന്നുണ്ട്. അതിന്റെ ഭൂരിഭാഗം റോഡുകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. പലതും പാതി വഴിയിലായി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ തവണ മഴ പെയ്തപ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ് നഗരമാകെ വെള്ളക്കെട്ടുണ്ടാവുന്നതും ചാല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറുന്നതും കണ്ടതാണ്. ഈ മാസം 24 നഗരത്തിലെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കും എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നഗരസഭ അറിയിച്ചിരുന്നത്. പിന്നീട് അത് ഈ മാസം 30 ഇപ്പോൾ പറയുന്നത് അടുത്ത മാസം 15 ഇത് പൂർത്തിയാക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നഗരസഭ അറിയിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് നിലവിൽ BJPയുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാർ ഇന്നൊരു പ്രതീകാത്മക പ്രതിഷേധവുമായി ഇറങ്ങിയത്. അതായത് ഇത്തരത്തിൽ ഈ വഴുതക്കാട് നിർമ്മാണം നടക്കുന്ന റോഡിലെ കുഴികൾ അത് മൂടിക്കൊണ്ടായിരുന്നു ഇന്ന് അവരുടെ പ്രതിഷേധം നടന്നത്. ഏതാണ്ട് 30ഓളം വരുന്ന പ്രതിനിധികൾ 30ഓളം വരുന്ന കൗൺസിലർമാർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പങ്കെടുത്തു. അവർ ഒരു ഭാഗത്തെ കുഴി മൂടുകയും ചെയ്തു. അതായത് അവിടുത്തെ സാധനങ്ങൾ, അതായത് ഈ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഇറക്കിയിട്ടിരുന്ന മണ്ണ്, അതുപോലെ തന്നെ ഈ നിർമ്മാണ സാമഗ്രികൾ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ കുഴിയിലേക്ക് ഇടുകയും അത് മൂടുകയും ചെയ്തത്. അതിന് പിന്നാലെ പോലീസ് എത്തുകയും ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയുമാണ് ഉണ്ടായത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ റോഡ് ഇങ്ങനെ തുടർന്നാൽ അത് അത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് BJP ഉൾപ്പെടെയുള്ളവർ അറിയിക്കുന്നത്. ഇതിന്റെ ജില്ലാ അധ്യക്ഷൻ VV രാജേഷ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു. എന്തായാലും സമരം തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അഖിൽ ഷാൻസാറാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.
റമൽ ചുഴലിക്കാറ്റ് കരതൊട്ടതിന് പിന്നാലെ പശ്ചിമ ബംഗാളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴ. കൊൽക്കത്തയിൽ മതിലിടിഞ്ഞ് ഒരാൾ മരിച്ചു. പശ്ചിമ ബംഗാളിൽ തീരമേഖലയിൽ റെഡ് അലർട്ട് തുടരുകയാണ്. കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിന്ന് സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നിതിൻ, എങ്ങനെയാണ് ഈ സംസ്ഥാനങ്ങളിലെ മഴ? അവിടെ കടുത്ത വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ടോ? കൂടുതൽ ദുരിതങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? പ്രവിധ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ കൊൽക്കത്തയിലും പലയിടങ്ങളിലും അതിശക്തമായ മഴ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. നോർത്ത് 24 പർഗാന, ഹൗറ, ഹൂഗ്ലി അടക്കമുള്ള പലയിടങ്ങളിലും ശക്തമായ മഴ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ റമാൽ ചുഴലിക്കാറ്റ് കരതൊട്ടതിന് പിന്നാലെയാണ് മതിൽ ഇടിഞ്ഞു വീണ് ഒരാൾ കൊൽക്കത്തയിൽ മരിച്ചൊരു സാഹചര്യമുള്ളത്. നിരവധി നാശനഷ്ടങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരങ്ങൾ കടപുഴകി വീഴുകയും അതോടൊപ്പം തന്നെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് ദുരന്ത നിവാരണ സേനയും ദേശീയ ദുരന്ത നിവാരണ സേനയും ക്യാമ്പ് ചെയ്താണ് ഇപ്പോൾ ഈ നാശനഷ്ടങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ നിന്നും മറ്റ് നടപടികളിലെല്ലാം തന്നെ കടന്നിരിക്കുന്നത്. എന്തായാലും ഇതുവരെ ഒരു മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടുതൽ നാശനഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള കണക്കുകൾ ദേശീയ ദുരന്ത നിവാരണ സേന അല്പസമയത്തിനകം പുറത്തുവിടും. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ജാഗ്രത പാലിക്കണമെന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ അസം, ത്രിപുര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിശക്തമായ മഴയ്ക്കുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല കൊൽക്കത്തയിലെ പലയിടങ്ങളിലും ഇപ്പോഴും ശക്തമായ മഴ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും കാലാവസ്ഥാ മുന്നറിയിപ്പ് നോക്കാം. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അഖിൽ ഷാ, മഴ മുന്നറിയിപ്പ് എങ്ങനെയാണ്? പ്രവിധ, ഇന്ന് ഉച്ചവരെ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയ്ക്ക് അല്പം കുറവുണ്ടായിരുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് ഉച്ചവരെ കാര്യമായ മുന്നറിയിപ്പുകളൊന്നും ഉണ്ടാകാതെ ഇരുന്നത്. എന്നാൽ ഇപ്പോൾ ഉച്ചയോടുകൂടി തന്നെ സംസ്ഥാനത്ത് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് ഇത്തരത്തിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നുള്ള പ്രവചനമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗമായി വരുന്നത്. ഒപ്പം സംസ്ഥാനത്ത് ആകെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. കൂടാതെ ഈ തിരമാല, അതായത് കേരള തീരത്ത് തിരമാലയുടെ ശക്തി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ ജാഗ്രതരായിരിക്കണം എന്നുള്ള കാര്യവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർന്ന് വന്നിരുന്ന വിലക്ക്, അതായത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിനുള്ള വിലക്ക്, അത് ഇന്നും തുടരുമെന്നുള്ള കാര്യവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചിട്ടുണ്ട്. പ്രവിധ, ശരി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരും എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പരാതി പ്രളയത്തിൽ ഒരു ശാസ്ത്രമേള. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിന്റെ അറിയാ കഥകളിലേക്ക്. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിനെതിരെ പരാതി പ്രളയം. പരിപാടിയുടെ മുഖ്യ ആകർഷണമായ മ്യൂസിയം ഓഫ് മൂൺ ഇൻസ്റ്റലേഷൻ അവതരിപ്പിച്ച ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ് ലൂക്ക് ജെറമിന് 4 മാസമായിട്ടും പ്രതിഫലം നൽകിയിട്ടില്ല. പലതവണ സമീപിച്ചുവെങ്കിലും മറുപടിയില്ലെന്ന് ലൂക്ക് ജെറം 24നോട് പറഞ്ഞു. 24 അന്വേഷണം തുടങ്ങുന്നു. ശാസ്ത്രീയ തട്ടിപ്പ്. തിരുവനന്തപുരം കനകക്കുന്നിലായിരുന്നു മ്യൂസിയം ഓഫ് മൂൺ അത്ഭുതം മലയാളികൾ ആദ്യം കണ്ടത്. തുടർന്നാണ് ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ് ലൂക്ക് ജെറമിനെ തോന്നയ്ക്കലിൽ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിലേക്ക് സംഘാടകരായ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും അമ്യൂസിയം ആർട്ട് സയൻസും ക്ഷണിച്ചത്. 25 ലക്ഷമായിരുന്നു ആകെ ചെലവ്. ട്രാൻസ്പോർട്ടേഷൻ ചെലവായ 12 ലക്ഷം വഹിക്കാമെന്ന് സംഘാടകർ വാക്ക് നൽകിയെങ്കിലും പിന്നീട് പിന്മാറി. ആദ്യം നൽകിയ ഡെപ്പോസിറ്റ് തുകയായ 5 ലക്ഷം ഒഴികെ ലൂക്കിനി കിട്ടാനുള്ളത് 19 ലക്ഷം രൂപ. മാസങ്ങളായി ഈ പണത്തിന് ഇൻവോയ്സുകൾ അയച്ച് മടുത്തെന്നും സംഘാടകർക്ക് മറുപടിയില്ലെന്നും ലൂക്ക് ജെറം 24നോട്. To be able to get the artwork there on time for this event, I paid for the transport costs up front, and that came at about £13,000. It was a lot of money. They paid the deposit, but annoyingly, they've not paid the final fee or my transport costs. So they owe me quite a lot of money, and it's a bit scary. And I understand also that they've not paid all the other. പണം നൽകിയില്ലെങ്കിൽ സംഘാടകർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് ലൂക്കിന്റെ തീരുമാനം. സർക്കാർ പങ്കാളിയായ പരിപാടിയിലുണ്ടായ വീഴ്ചയ്ക്ക് സർക്കാരിനും ഉത്തരവാദിത്തമുണ്ടെന്ന് ലൂക്ക് കുറ്റപ്പെടുത്തി. So I'm really disappointed, and it looks like no one's going to get paid.
I understand there's some legal action being taken. But from here in Britain, I feel really let down and rather vulnerable. It feels like there's nothing I can do about the situation. തിരുവനന്തപുരത്തിന് പിന്നാലെ മറ്റ് ജില്ലകളിലേക്ക് സയൻസ് ഫെസ്റ്റ് നടത്താനുള്ള തീരുമാനം ഒരു ക്രെഡിറ്റ് കാർഡ് കൊണ്ട് മറ്റൊരു ക്രെഡിറ്റ് കാർഡിന് ബില്ലടയ്ക്കുന്നത് പോലെയെന്നാണ് ലൂക്കിന്റെ പരിഹാസം. ലോകപ്രശസ്ത കലാകാരനെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് സർക്കാർ ഉൾപ്പെടുന്ന സംഘാടകർ ചെയ്തത്. ഇനി ഇന്ത്യയിലേക്കില്ലെന്ന് ലൂക്ക് ജെറം പറയുമ്പോൾ അത് കേരളത്തിന് നാണക്കേടാണ്. ചെയ്ത പണിക്ക് കൂലി കിട്ടാത്തവരുടെ നീണ്ട നിര പിന്നാലെയുണ്ട്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 3 തുറക്കുകയാണ്. മുന്നൊരുക്കങ്ങൾ തകൃതി. സ്കൂൾ തുറക്കാൻ വെറും ഒരാഴ്ച മാത്രം അവശേഷിക്കെ പരിഹരിക്കപ്പെടാതെ പ്രതിസന്ധികൾ. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ തുക ഉയർത്തണമെന്ന പ്രധാനപ്പെട്ട ആവശ്യം ഇത്തവണയും സർക്കാർ പരിഗണിച്ചില്ല. പാലും മുട്ടയും നൽകുന്ന പോഷകാഹാര പദ്ധതി പ്രത്യേക പദ്ധതിയാക്കണമെന്ന ആവശ്യവും ധനവകുപ്പ് തള്ളി. സ്കൂൾ തുറക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നെഞ്ചിടിപ്പേറുന്നത് പ്രഥമാധ്യാപകർക്കായിരിക്കും. സ്കൂൾ നടത്തിപ്പിനപ്പുറമുള്ള പ്രധാനപ്പെട്ട വലിയൊരു വെല്ലുവിളി അവരെ കാത്തിരിക്കുന്നു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി. തുച്ഛമായ തുക കൊണ്ട് നിരവധി പേർക്ക് അന്നം കണ്ടെത്തണം. ഉച്ചഭക്ഷണ പദ്ധതിയുടെ തുക വർദ്ധിപ്പിക്കണമെന്ന പ്രഥമാധ്യാപകരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 2016 നിശ്ചയിച്ച നിരക്കാണ് ഇപ്പോഴും തുടരുന്നത്. ഇതിനിടയിൽ സാധനങ്ങളുടെ വില പല മടങ്ങ് വർദ്ധിച്ചു. സപ്ലൈകോ തന്നെ വിപണി വിലയ്ക്ക് അനുസൃതമായി വിലയിൽ വലിയ വർധന വരുത്തി. അപ്പോഴും സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് നൽകുന്ന തുക വർദ്ധിപ്പിച്ചില്ല. ആഴ്ചയിലെ 5 പ്രവൃത്തി ദിവസത്തേക്ക് ഒരു കുട്ടിക്ക് സർക്കാർ അനുവദിക്കുന്നത് 40 രൂപ. ഇതിൽ പാലിനും മുട്ടയ്ക്കും വേണ്ടി 23 രൂപ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ബാക്കി 17 രൂപ ഉപയോഗിച്ച് വേണം 5 ദിവസത്തെ ഊണിനുള്ള ചെലവുകൾ കണ്ടെത്താൻ. ഒരു കുട്ടിക്ക് ഒരു ദിവസം ശരാശരി ലഭിക്കുന്നത് 3 രൂപ 40 പൈസയാണ്. ഈ ഊണ് നൽകാൻ അരി സപ്ലൈകോയിൽ നിന്ന് കിട്ടുമെന്നതൊഴിച്ചാൽ പച്ചക്കറികൾ, പലവ്യഞ്ജനങ്ങൾ, ഗ്യാസ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എല്ലാത്തിനും കൂടി 5 ദിവസത്തേക്ക് 17 രൂപയാണ് അനുവദിക്കുന്നത്. ഇത് 2016 നിശ്ചയിച്ചൊരു നിരക്കാണ്. ഈ നിരക്കിൽ ഇത് നടത്തിക്കൊണ്ടുപോയാൽ ആർക്കും സാധ്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഡിപ്പാർട്ട്മെന്റ് ഇതിന് ഇതുവരെ കൃത്യമായ ഒരു പരിഹാരം കണ്ടിട്ടില്ല. ഈ നിരക്കനുസരിച്ച് ഉച്ചഭക്ഷണം വിതരണം ചെയ്യാൻ സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടും സർക്കാർ മുഖം തിരിക്കുകയാണ്. ഈ തുക തന്നെ കൃത്യസമയത്ത് അനുവദിക്കുന്നുമില്ല. ബാങ്ക് ലോൺ എടുത്തും സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചും സഹപ്രവർത്തകരിൽ നിന്ന് കടം വാങ്ങിയുമൊക്കെയാണ് പ്രഥമാധ്യാപകർ ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്നത്. ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയും നൽകുന്ന പോഷകാഹാര പദ്ധതി ഉച്ചഭക്ഷണ പദ്ധതിയോട് കൂട്ടിച്ചേർത്ത് സംസ്ഥാന സർക്കാരാണ്. പ്രതിസന്ധി കണക്കിലെടുത്ത് ഇത് പ്രത്യേക പദ്ധതിയാക്കി മാറ്റണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ധനവകുപ്പിനോട് ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ നിർവാഹമില്ലെന്നാണ് ധനകാര്യ വകുപ്പിന്റെ നിലപാട്. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. പൂനെയിൽ 17-കാരൻ മദ്യപിച്ച് 2 പേരെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ സംരക്ഷിക്കാൻ രക്തസാമ്പിളിൽ തിരിമറി നടത്തിയ ഡോക്ടേഴ്സ് അറസ്റ്റിൽ. പ്രതിയുടെ രക്തസാമ്പിളിന് പകരം മറ്റൊരാളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു എന്നാണ് കണ്ടെത്തിയത്. പൂനെയിലെ ആശുപത്രിയിലെ 2 ഡോക്ടേഴ്സിനെയാണ് അറസ്റ്റ് ചെയ്തത്. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീനാഥ്, 2 ടെക്കികളുടെ മരണത്തിന് ഇടയാക്കിയ ആക്സിഡന്റ് ആയിരുന്നു അത്. മദ്യപിച്ച് വാഹനമോടിച്ച 17-കാരനെ രക്ഷിക്കാൻ എല്ലാ രീതിയിലുമുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിൽ ഡോക്ടേഴ്സും കൂട്ടുനിന്നു. അവരിൽ 2 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അതെ, പണവും സ്വാധീനവുമുള്ള പ്രതിയെ രക്ഷിക്കാൻ കിണച്ചവർ അങ്ങനെ ഓരോരുത്തരായി ഇപ്പോൾ നിയമത്തിനെയും മുന്നിലേക്ക് വരികയും. ശ്രീനാഥ് ചന്ദ്രന്റെ ഫോണിൽ ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. പൂനെയിൽ 17-കാരൻ മദ്യപിച്ച് 2 പേരെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ സംരക്ഷിക്കാൻ രക്തസാമ്പിളുകളിൽ തിരിമറി നടത്തിയ ഡോക്ടേഴ്സ് അറസ്റ്റിലായിരിക്കുകയാണ്. പ്രതിയുടെ രക്തസാമ്പിളിന് പകരം മറ്റൊരാളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പൂനെയിലെ ആശുപത്രിയിലെ 2 ഡോക്ടേഴ്സിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ഇറാനിൽ അവയവ കച്ചവടത്തിന് ഇരയായ പാലക്കാട് സ്വദേശി ഷമീർ തമിഴ്നാട്ടിലെന്ന് സൂചന. ഇയാൾ കടുത്ത ആരോഗ്യ പ്രശ്നം നേരിടുന്നതായാണ് വിവരം. ഷമീർ അവയവ കച്ചവടത്തിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇറാനിലുള്ള സംഘത്തിലെ പ്രധാനി മധുവിനെ കണ്ടെത്താൻ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കും. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഇയാൾ തമിഴ്നാട്ടിലുണ്ടെന്ന് കണ്ടെത്താനായിട്ടുണ്ടോ ഇയാളെ പോലീസിന്?
പ്രവിത, ഇന്നലെയാണ് ഈ അവയക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് പാലക്കാട് സ്വദേശി ഷമീർ തമിഴ്നാട്ടിലുണ്ട് എന്നുള്ള വിവരം ലഭിച്ചത്. ഷമീറിന്റെ ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഷമീർ വലിയ അവശനാണ്. വൃക്ക ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട അവശതയാണ് അതെന്ന് മനസ്സിലാക്കുന്നു. അയാൾക്ക് യാത്ര ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു. ഇയാൾ ഇങ്ങോട്ടേക്ക് എത്തുക ശ്രമകരമായ ദൗത്യമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ വെച്ചെടുക്കും. പക്ഷേ ഇയാൾ ഇതുവരെ ഒരു പരാതിയും രേഖപ്പെടുത്തിയിട്ടുമില്ല. അതോടൊപ്പം തന്നെ ഈ കേസിൽ മറ്റൊരു നിർണായകമായ നടപടി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ നേരത്തെ കൊച്ചി സ്വദേശിയായ മധുവാണ് ഈ കേസിൽ പ്രധാന സൂത്രധാരൻ എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് മധുവിനെ ഇറാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കുന്നത്. കേസിൽ പ്രധാനികളായി 4 പേരാണുള്ളത്. അതിൽ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 2 പേരെ കൂടി പിടികിട്ടാനുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായി. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ലൈവ് ന്യൂസ് പൂർണ്ണമാകുന്നു.